ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനൽഡയാണ്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നാളായിട്ട് എന്നോട് ചോദിക്കുന്നതാണ്, പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടോ, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാസീവ് ഇൻകം തരുന്ന അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ആമസോൺ, മീഷോ പോലുള്ള പ്ലാറ്റ്ഫോംസ് അറിയാം അല്ലെ. ആമസോൺ ഒക്കെ ഓൾറെഡി ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് വിശ്വാസമുള്ള പ്ലാറ്റ്ഫോം ആണ് ആമസോൺ എന്നുള്ളത് അല്ലെ. അതിന്റെ കാരണം അവിടെ ശരിയായിട്ടുള്ള ഒരു സിസ്റ്റം നടക്കുന്നുണ്ട്. പ്രോഡക്റ്റ് വാങ്ങുന്നു, പ്രോഡക്റ്റ് ശരിയായ സമയത്ത് ഡെലിവറി ആകുന്നു, പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും, റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. 24 മണിക്കൂറും എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പ് അല്ലെ. ഇന്ത്യ മുഴുവനുള്ള ആളുകളിലോട്ട് ഈ ഒരു ആമസോൺ എത്തുന്നുണ്ട് അല്ലെ, പ്രോഡക്റ്റ് അവരെത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു ആമസോണിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, അച്ചാറാകാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിർമ്മിക്കുന്ന എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ആകാം, ചെടികളാകാം, ബുക്കാകാം, അങ്ങനെ നിങ്ങൾ നിർമ്മിക്കുന്ന എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആമസോണിൽ വിൽക്കാനായിട്ട് സാധിക്കും. ഇനി സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിലോ, നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാം. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാകും. ഇപ്പൊ ചെരുപ്പ് ഉണ്ടാകും, ബാഗ് ഉണ്ടാകും, ജ്വല്ലറി ഉണ്ടാകും, ഡ്രസ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റിങ്ങനെ ചെറിയ ചെറിയ വീട്ടിലോട്ട് വേണ്ട ഐറ്റംസ് ഉണ്ടാകും, ബെഡ്ഷീറ്റ് ഉണ്ടാകും. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ബൾക്കായിട്ട് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആമസോണിൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ 100 രൂപയ്ക്ക് നമുക്ക് വാങ്ങിച്ച ഐറ്റംസ് ഇവിടെ നമുക്ക് 300-400 രൂപയ്ക്ക് വിറ്റ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് റീറ്റെയിൽ ആയിട്ട് ആമസോണിൽ വിൽക്കാം. നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് ആമസോണിൽ വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഇൻകം കിട്ടുന്നത്. ഇനി എന്തെല്ലാം ഡോക്യുമെന്റ്സ്, ഇപ്പൊ നമുക്ക് വെറുതെ കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ വിൽക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് GST രജിസ്ട്രേഷൻ എന്നുള്ളത്. GST രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പേടിക്കണ്ട കേട്ടോ, അതൊരു ടാക്സ് ആണ്. നമ്മളുടെ ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം ആണ് GST രജിസ്ട്രേഷൻ എന്നുള്ളത്. ഈ GST രജിസ്ട്രേഷൻ നമുക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ്സിലോ അതല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അഡ്രസ്സിലോ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. GST രജിസ്ട്രേഷൻ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ GST രജിസ്ട്രേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് മറ്റ് ഏജൻസികൾ വഴി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. GST കൺസൾട്ടൻസി എന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അഡ്രസ്സ് കിട്ടും. അങ്ങനെ നമ്മൾ GST രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. GST രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് GST രജിസ്ട്രേഷൻ കിട്ടും. ഈ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആമസോണിലെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ FSSAI സർട്ടിഫിക്കറ്റ് കൂടെ വേണം കേട്ടോ, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് കൂടെ വേണം. അങ്ങനെ നമ്മൾക്ക് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യണം. പ്രൈസ് എന്ന് വെച്ചാൽ അറിയാം അല്ലെ, എത്ര രൂപയ്ക്കാണ് നമ്മൾ അത് വിൽക്കുന്നത് എന്നുള്ളത് ഫിക്സ് ചെയ്യണം. പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ജ്വല്ലറി ആണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ വിൽക്കാനായിട്ട് ഇടുന്നതെങ്കിൽ ഇപ്പൊ ജ്വല്ലറി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് ജ്വല്ലറിന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് മുമ്പിൽ വരണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ അതെല്ലാം ചെയ്ത് നമ്മൾ ആമസോണിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു. വിൽക്കാൻ വേണ്ടി ഇടുന്നതിന് പറയുന്ന പേരാണ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ആരെങ്കിലും ഓർഡർ തരികയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് അവരുടെ ബില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കത് പാക്ക് ചെയ്ത് നമ്മളുടെ വീട്ടിൽ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിന്റെ പിക്കപ്പ് ബോയ് വന്നിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് അവർ പ്രോഡക്റ്റ് എടുക്കും. റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ റിട്ടേൺ ചെയ്തില്ല എങ്കിൽ ആ റിട്ടേൺ ഡേറ്റിന് ശേഷം അവർ ആ ഒരു ആമസോൺ നമ്മളുടെ അക്കൗണ്ടിലോട്ട് പേയ്മെന്റ് ഇട്ട് തരും. ആമസോൺ വഴി പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആമസോണിന് മുൻകൂട്ടി ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 1000 രൂപ അങ്ങനെയൊന്നും നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെറിയൊരു തുകയാണ് ആമസോണിന് കൊടുക്കേണ്ടത്. ഇപ്പൊ അത് എത്രയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്ത് പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നത്, പ്രോഡക്റ്റിന്റെ MRP എത്രയാണ്, അതിനൊക്കെ അനുസരിച്ച് റേറ്റ് മാറി മാറി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു തുക മാത്രമാണ് നമ്മൾ ആമസോണിന് കൊടുക്കേണ്ടതുള്ളൂ. അതല്ലാതെ നമ്മൾ രജിസ്ട്രേഷൻ ഫീയോ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല.
ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുറച്ച് ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുക, അതല്ലെങ്കിൽ പ്രോഡക്റ്റ് നിർമ്മിക്കുക, എന്നിട്ട് അത് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി. ഇനി ഇതിൽ നിന്ന് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. നമ്മൾ അച്ചാർ വിൽക്കുന്നുണ്ട്. ഞാനല്ലാട്ടോ അച്ചാർ വിൽക്കുന്നത്, നമ്മുടെ ഒരു ടീം മെമ്പർ ആണ്. ആള് തന്നെയാണ് നിങ്ങൾക്ക് ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കുന്നതിന്റെ ട്രെയിനിങ്ങും എടുത്തു തരുന്നത് കേട്ടോ. ആൾ അച്ചാറാണ് വിൽക്കുന്നത്. ആൾക്ക് ഒരു ദിവസം 4000 രൂപയോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. മുടക്ക് മുതലല്ല, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അത് ഒരു ആവറേജ് കണക്കാട്ടോ. ചിലപ്പോൾ അതിന് മുകളിൽ ഒരു ദിവസം പോകാറുണ്ട്, ചിലപ്പോൾ അതിന് താഴെയും പോകാറുണ്ട്. എങ്കിലും ആവറേജ് നോക്കുമ്പോൾ 4000 രൂപയാണ് കിട്ടുന്നത്. ഇനി ഇങ്ങനെ ഈ ആമസോണിൽ ബിസിനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈഡ് ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ബിസിനസ്സിനും നെഗറ്റീവ് സൈഡ് ഉണ്ട് അല്ലെ? ഇതിനും നെഗറ്റീവ് സൈഡ് ഉണ്ട്. എന്താണ് നെഗറ്റീവ് സൈഡ്? നമ്മൾ പ്രോഡക്റ്റ് ശരിയായ രീതിയിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ലിസ്റ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓർഡർ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഞാൻ പറയണ കേട്ടിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം, ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് പ്രോഡക്റ്റ് ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഓർഡർ കിട്ടും എന്നുള്ളത്. ആമസോൺ ഇപ്പോൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് അല്ലെ? അപ്പൊ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രം, അത്രയ്ക്ക് പെർഫെക്റ്റ് എല്ലാ സെറ്റിംഗ്സും ചെയ്താൽ മാത്രമാണ് ആമസോൺ നമ്മളുടെ പ്രോഡക്റ്റിന് അപ്രൂവൽ തരത്തുള്ളൂ. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളത് സ്വന്തമായിട്ട് ശ്രമിച്ച് അത് പിന്നീട് അത് ആമസോണിന്റെ കയ്യിൽ നിന്ന് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ പിന്നെ നമുക്കത് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ച ശേഷം ആമസോൺ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരുടെയെങ്കിലും സപ്പോർട്ട് നേടുക എന്നുള്ളതാണ്. അപ്പൊ അറിയുന്ന ഒരാളുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഏകദേശം 6 വർഷത്തോളമായിട്ട് ആമസോൺ സെല്ലർ ആണ്. ആമസോണിൽ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട്. ആമസോണിൽ മാത്രമല്ല മീഷോയിലും വിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആമസോണിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിനിങ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ആണ് വരുന്നത്. 1600 രൂപയാണ് ട്രെയിനിങ് ഫീ വരുന്നത്. അത് വളരെ ചെറിയൊരു ഫീ ആണ് കേട്ടോ. ഏകദേശം 4 മണിക്കൂറിന്റെ ക്ലാസ് ആണ് വരുന്നത്. സപ്പോർട്ടിന് വേണ്ടിയിട്ട് സ്റ്റാഫും ഉണ്ട്. വാട്സാപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ ഒരു ബിസിനസ് ചെയ്യണം, ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക. GST രജിസ്ട്രേഷനും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. GSTക്ക് റേറ്റ് വരുന്നത് 1500 ആണ്. അത് ഓരോ കൺസൾട്ടൻസിയിലും വേറെ വേറെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മറ്റ് കൺസൾട്ടൻസികൾ വഴി എടുക്കണമെങ്കിൽ GST അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.